വെൽക്കം ടു Kettle&Krafts. ഞങ്ങളുടെ ഓണാഘോഷം ഇനി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഓണാഘോഷത്തിനിടയ്ക്ക് ഞാൻ ഗ്രേസി ചേച്ചിയെ കണ്ടു. എല്ലാവരും ഗ്രേസി ചേച്ചിയെ അറിയാമല്ലോ. ഗ്രേസ് ഗോഡ്സ് രുചിക്കൂട്ടിൻ്റെ യൂട്യൂബറാണ്. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായി കണ്ടുമുട്ടിയതിൽ. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് മമ്മിയുടെ ഇഞ്ചിക്കറിയുടെ വീഡിയോ ഒന്ന് ഇടണമെന്ന് നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇഞ്ചിക്കറിയുടെ വീഡിയോ ഇടുകയാണ്. എല്ലാവരും ഒന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വെക്കുന്നതിൻ്റെ സാധനം ഇഞ്ചി അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞത്, തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ ഉള്ളിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത്, കരിയാപ്പില. ഇനി ചീൻചട്ടി അടുപ്പ് വെച്ചിട്ട് നമ്മൾ ആദ്യം ആ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് അങ്ങ് വറുത്ത് കോരിയിട്ട് ഇഞ്ചി ഇടാം. ഇനി ഇഞ്ചി ഒരുമാതിരി ഇതായി കഴിയുമ്പോൾ ഉള്ളി പച്ചമുളക് വരണം. നല്ലതായിട്ടൊന്ന് വഴറ്റിയിട്ട് മഞ്ഞളിട്ട് കൊടുത്താൽ മതി. സ്വല്പം മഞ്ഞളിട്ട് കൊടുത്താൽ കൊണ്ട് കളർ വരുവാൻ. ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതിനകത്ത് ഒന്ന് സ്പൂണ് മുളക് പൊടി ഇട്ട് ഇളക്കി വെക്കണം. ഇളക്കിയിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഉള്ളിയും വറ്റൽമുളകും കരിയാപ്പലയും കൈയിട്ടെടുക്കാൻ ഉള്ളതിന് കൈയിട്ടെടുക്കാൻ എൻ്റെ കൈ മുറിഞ്ഞ് പോയി തന്നിട്ടുണ്ടാക്കിയാൽ മതി. കൂട്ടത്തിൽ പുളിവെള്ളം ഒഴിക്കുക. ഞാൻ ഉപ്പ് കലയ്ക്ക് നീരാണ് ഒഴിക്കുന്നത്. ഉപ്പ് നീരാണ് ഒഴിക്കുന്നത്. ഇനി ഇത് തിളച്ച് പറ്റണമെന്ന്. ഇങ്ങനെ ആക്കിയിട്ട് ഇത് പറ്റി കഴിഞ്ഞ് ഇതുപോലെ എടുത്ത് വെക്കണം. അതല്ലെങ്കിൽ മധുരം വേണമെന്നവർക്ക് ഒരു സ്വല്പം പഞ്ചസാരയും ഇട്ട് കൊടുത്താൽ ഒരാഴ്ച നമുക്ക് വെളിയിൽ വെച്ച് തീർക്കാം. ഫ്രിഡ്ജിൽ വെക്കാതെ കണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ചീത്തയാവത്തില്ല. സ്വല്പം പഞ്ചസാര ഇത്രയും മതി, ഇത്രയും മതി. ചിലവർ ശർക്കരയാണ് വെക്കുന്നത്. ശർക്കരയോ പഞ്ചസാര എന്തായാലും ശർക്കരയ്ക്കകത്ത് മണ്ണമെല്ലാം കാണുന്ന ഇങ്ങനെ ഇത് കറക്റ്റായി. ഓണത്തിന് സദ്യ കഴിക്കാനും അവിടെ കൂട്ടുകാരികളെല്ലാം ഉണ്ടായിരുന്നു. അന്നേരം ആ സമയത്ത് അവർ ഇഞ്ചിത്തിയൽ കൂട്ടിയിട്ട് പറഞ്ഞ് ഒന്നിട്ട് കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇട്ടത്. ഈ വീഡിയോ കാണണം.